സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ ഇന്നും പാലിക്കാതെ കൊച്ചിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്ത് ജീവനക്കാരെ ഇന്നും സ്ഥാപനത്തിൽ കയറ്റിയില്ല. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഹാജർ രേഖപ്പെടുത്തി മടങ്ങി. സ്ഥാപനത്തിലേക്ക് AIYF നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ച വരെ തൽസ്ഥിതി തുടരാമെന്നായിരുന്നു സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ. എന്നാൽ 2 ദിവസമായി ജോലിക്കെത്തുന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ചോദ്യങ്ങളോട് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്തില്ല. ഇതോടെ ഇന്നും ജോലിക്കെത്തിയവർ സ്ഥാപനത്തിന് മുന്നിൽ നിൽപ്പായി. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരുടെ ഹാജരെടുത്ത് മടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ജോലി പോയി. 10-ാം തീയതി നമുക്കൊരു തീരുമാനമാകും. ആ 10-ാം തീയതിയിലെ തീരുമാനം നമുക്ക് അനുകൂലമാണോന്നും ഇവിടെ ഉള്ളവരെല്ലാവരും സന്തോഷത്തോടുകൂടി ഇവിടെ വീണ്ടും ജോലി ചെയ്യാൻ പറ്റണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കമ്പനി റീഓപ്പൺ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. എല്ലാവർക്കും ജോലിയാണല്ലോ ആവശ്യം. കമ്പനി ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുകയാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ ജീവനക്കാരെ പെരുവഴിയിലിറക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. 10-ാം തീയതി ചർച്ചയെ നമ്മൾ പ്രതീക്ഷയോടെ നോക്കി കാണുന്നു. പക്ഷെ അത് ഉണ്ടായില്ല എങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ നടപടി. CPI AITUC നേതാക്കൾ തൊഴിലാളികൾക്ക് പിന്തുണയുമായി സ്ഥലത്തെത്തി. AIYF നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രശ്നപരിഹാരത്തിനായി വെള്ളിയാഴ്ചയാണ് ചർച്ച. മീഡിയ 1 കൊച്ചി.